ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. സൂര്യഗായത്രിയാണ് ചേരുന്നത് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും ഡോക്ടർ വന്ദനാദാസിന്റെ പേര് പറയുമ്പോഴൊക്കെ ലോകം മുഴുവനുമുള്ള മലയാളികൾ വല്ലാതെ വേദനയോടുകൂടി ഓർക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ അതുതന്നെയാണ് ആ കേസിന്റെ പ്രത്യേകതയും. അപ്പൊ ഇന്ന് ശിക്ഷാവിധി വരാനിരിക്കുമ്പോൾ ആ അമ്മയുടെ അച്ഛന്റെ ഒക്കെ കരച്ചില്, സങ്കടമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ശിക്ഷാവിധി അതുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? എത്ര മണിക്കായിരിക്കും ശിക്ഷാവിധി എത്തുക? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. കഴിഞ്ഞ 2 തവണയായിട്ട് ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് നിന്നും വന്ദനാദാസിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എത്തിയിട്ടുണ്ടായിരുന്നു. സമൂഹം തന്നെ ആ ശിക്ഷാവിധി എന്തായിരിക്കുമെന്നത് കാതോർത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രത്തോളം കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു വന്ദനാദാസിന്റേത്. എന്തായാലും കഴിഞ്ഞ തവണ കോടതി പ്രതിഭാഗത്തിന്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും ആവശ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. കോടതി സന്ദീപിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് സന്ദീപ് കോടതിയിൽ പറഞ്ഞത്. ഇനിയുള്ള ജീവിതം അത് പശ്ചാത്താപത്തിന്റേതാണ്, എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും താൻ ചെയ്യാം എന്നുള്ളതാണ് സന്ദീപ് കോടതിയെ അറിയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു പ്രകോപനവുമില്ലാതെ രക്ഷിക്കാൻ വന്ന, ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടറെ ശരീരത്തോട് ചേർത്ത് നിർത്തി കുത്തി കൊലപ്പെടുത്തുകയാണ് സന്ദീപ് ചെയ്തത്. സന്ദീപ് യാതൊരു പരിഗണനയും അർഹിക്കുന്നില്ല. വധശിക്ഷ തന്നെ സന്ദീപിന് നൽകണമെന്നുള്ളത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ പ്രതിഭാഗത്തിന്റെ ഒരു വാദം പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നുള്ളതാണ്. മറ്റൊന്ന്, സന്ദീപ് തന്നെ പറഞ്ഞത് തന്റെ അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയ്ക്ക് താൻ മാത്രമാണുള്ളത്, അതുകൊണ്ട് ശിക്ഷയുടെ വ്യാപ്തി കുറയ്ക്കണം എന്നുള്ള ആവശ്യം സന്ദീപ് തന്നെ കോടതിയോട് ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പ്രായവും അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ പ്രതിക്ക്. ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും കുടുംബത്തിന്റെയും ആവശ്യം അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ വന്ദനയ്ക്ക് നേരിട്ട അതിക്രമങ്ങൾ വീണ്ടും കോടതിയിൽ പ്രോസിക്യൂഷൻ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് കോടതിയുടെ ഒരു വശത്തിരുന്ന വന്ദനയുടെ അച്ഛനും അമ്മയും തലതല്ലി കരയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സന്ദീപിന്റെ അമ്മയും കോടതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ പ്രതിക്കുള്ള വധശിക്ഷ അത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കും. ഈ ആവശ്യങ്ങൾ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും ഒക്കെ വാദങ്ങൾ കോടതി കേട്ട് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ വധശിക്ഷയാണോ അതോ മറ്റെന്തെങ്കിലും ശിക്ഷയാണോ പ്രതിക്ക് നൽകുക എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും പ്രോസിക്യൂഷൻ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് പറയുന്നു. എന്ത് ശിക്ഷയാണ് പ്രതി സന്ദീപിന് നൽകുക എന്നുള്ളത് ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കൊലപാതക കേസിൽ ഏറ്റവും അധികം ഡോക്ടേഴ്സ് സാക്ഷി പറയുന്ന ഒരു കേസ് കൂടിയായിരുന്നു ഡോക്ടർ വന്ദന കൊലപാതക കേസ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു, 207 രേഖകൾ ഹാജരാക്കി, 22 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. എല്ലാം കൃത്യമായിട്ട് കോടതി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് മാനസിക രോഗമാണ്, അതിന്റെ വിഭ്രാന്തിയിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസവും കോടതിയിൽ പ്രതിഭാഗം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം പരിശോധിച്ച ശേഷം പ്രതി സന്ദീപിന് ഇന്നിപ്പോൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കും. അതെന്താണ് എന്നുള്ളത് വന്ദനയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം മാത്രമല്ല, കേരള സമൂഹം ആകെ കാത്തിരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് ധൈര്യമായി മാറേണ്ട ഒരു ശിക്ഷാവിധി കൂടിയാണ് ഇന്നിപ്പോൾ കൊല്ലത്ത് നിന്ന് വരാനിരിക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. സ്മിത, പ്രവിത. ശരി, എന്തായാലും പരമാവധി ശിക്ഷ കുറച്ച് നൽകണമെന്നാണ് സന്ദീപിന്റെ ആവശ്യം. തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, പ്രായമായ അമ്മയാണ് എന്നുള്ള ആവശ്യമൊക്കെ സന്ദീപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല താൻ പശ്ചാത്തപിക്കുന്നു എന്നുള്ള കാര്യം കൂടി സന്ദീപ് പറഞ്ഞിരുന്നു. പശ്ചാത്താപമൊക്കെ നല്ലതാണ്, പക്ഷേ പോയ ജീവന് പകരമാകുമോ? സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ശിക്ഷ നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാകും ശിക്ഷാവിധി എന്നുള്ളത് എവരും കാത്തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.